ദൈവത്തിന് സ്തോത്രം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം യേശുവിൻ്റെ മരണത്തിന് ശേഷം പുനരുത്ഥാനം പ്രാപിച്ച വിശുദ്ധന്മാർ എവിടെ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്ന വചനം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 27-ാം അധ്യായം 50 മുതൽ 53 വരെ വാക്യങ്ങളും പിന്നെ വേറെ വാക്യങ്ങളുണ്ട്, അത് പിന്നീട് കാണിക്കാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാളകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. പിന്നെ അവരെവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത്. അവര് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചിലർ ലാസറിനെ പോയി മരിച്ചുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിലിപ്പോൾ ഏതാ ശരി എന്നുള്ളതൊന്ന് നമുക്ക് ആലോചിക്കാം. ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പോലെയുള്ള പുനരുത്ഥാനമല്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഉടനെ തേജസ്കരണം പ്രാപിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് അനവധി പേർക്ക് പ്രത്യക്ഷമായില്ലേ. അതൊന്നും പുനരുത്ഥാന ശരീരമാണെങ്കിലും തേജസ്കരണം അതിനുണ്ടായിരുന്നില്ല. സ്വർഗത്തിൽ ചെന്നപ്പോഴാണ് തേജസ്കരണം പ്രാപിക്കുന്നത്. ആ തേജസ്കരണം പ്രാപിച്ച ശരീരത്തോടുകൂടി വന്നിട്ടാണ് വിശുദ്ധ പൗലോസിന് ദർശനം കൊടുക്കുമ്പോൾ നിലത്ത് വീണു എന്നൊക്കെ പറയുന്നത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുള്ള ആ പ്രത്യക്ഷതയിലാണ് അത് സംഭവിച്ചത്. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ടല്ലോ, അവരാരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയല്ല. അതിന് വേറെ ഒരു കാരണം പറയാനുണ്ട്. വെളിപ്പാട് പുസ്തകം 20:5-6 വാക്യങ്ങളിൽ പറയും, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നുണ്ട്. ഈ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ഇത് തേജസ്കരിക്കപ്പെട്ട പുനരുത്ഥാനമാണിത്. നമുക്ക് എങ്ങനെയാണെന്ന് അത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 യോഹന്നാൻ 3:2 പറയുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യമാറാകുമെന്ന് നാം അറിയുന്നു. യേശുക്രിസ്തു പ്രത്യക്ഷമാകുന്നത് രണ്ടാമത്തെ വരവെങ്കിലാണ്. ആ വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയായിരിക്കും യേശുക്രിസ്തു വരുന്നത്. അത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ 20-ാം അധ്യായത്തിൽ പറയുന്നത്. ആ പ്രത്യക്ഷത എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട്, ആ പ്രത്യക്ഷതയിൽ പുനരുത്ഥാനം വിപ്രവണം പ്രാപിച്ച് വിശുദ്ധന്മാരെ യേശുക്രിസ്തുവിനെ അടുത്ത് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ തന്നെ തേജസ്കരണം അവർക്കും ഉണ്ടാവുമെന്നാണ് യോഹന്നാനിൽ പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊന്നും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പെടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു സമയത്ത് വിശുദ്ധമായ ഉയർത്തെഴുന്നേറ്റ് അവരെല്ലാം സാധാരണ മനുഷ്യരെ പോലെ, ലാസറിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് പിന്നെ മരിച്ചുപോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അതെങ്കിലും വിശുദ്ധന്മാരായതുകൊണ്ട് അവരുടെ ആത്മാവ് താൽക്കാലിക സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം. വെച്ചാൽ അവർ വിശുദ്ധന്മാരാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പിന്നെ ഈ വിശുദ്ധന്മാർ മാത്രമല്ല, ആനോക്ക് ദൈവത്തോട് കിടന്നു, ദൈവം എടുത്തു. അത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അല്ല. അതിനുശേഷം ഏലിയാവ് എടുക്കപ്പെട്ടു, അതും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയല്ല. അത് കഴിഞ്ഞ് എലീശ മരിച്ചവരെ എഴുത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ലാസറിനെ എഴുത്തെഴുന്നേൽപ്പിച്ചു, വേറെ പലരും എഴുത്തെഴുന്നേൽപ്പിച്ചു, ശിഷ്യന്മാരങ്ങനെ ചെയ്തു. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇവരെല്ലാം മരിച്ചുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാമത്തെ പുനരുത്ഥാനം വരുന്ന സമയത്ത് അവർക്ക് ഇതേമാതിരിയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരം ഉണ്ടാവും. ഈ ഒന്നാമത്തെ പുനരുത്ഥാനം എല്ലാവരും ഇല്ല, വളരെ അപൂർവം ആൾക്കാരായാലും ഉണ്ടാവുള്ളൂ. അവര് വളരെയധികം കഷ്ടം സഹിച്ച് ക്രിസ്തുവിൻ്റെ കാലത്ത് കൂടെയൊക്കെ കടന്നുപോയി മഹാപീഡ അനുഭവിച്ചവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ വരുന്നത്. അതേസമയം രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് അന്ത്യവിധി സമയത്ത് ഉയർത്തെഴുന്നേൽക്കും. അതായത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പെടാത്ത ആൾക്കാർ. അപ്പോഴും യേശുക്രിസ്തുവിന് ഉള്ള ആൾക്കാർ, അവർക്കും ഇതേമാതിരിയുള്ള തേജസ്കരണം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു പിക്ചറിൽ വെച്ച് നമുക്കൊന്ന് ചെയ്യാം. ഇതാണ് ഈ റിവലേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഈ റിവലേഷൻ ചാർട്ടിൽ ഇതാണ് ടെമ്പററി ഹെവൻ, ഇത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയം, ഇത് 1000 ആണ്ട് വാഴ്ച, അത് കഴിഞ്ഞിട്ട് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിൻ്റെ സീറ്റ് ഇത്, അത് കഴിഞ്ഞ് പുതിയ യെരുശലേം എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണാം. അപ്പോൾ ഇതിൽ ടെമ്പററി ഹെവനിൽ എല്ലാ വിശുദ്ധന്മാരും ഇവിടെ കിടക്കുന്നു. ആ ടെമ്പററി ഹെവൻ എത്ര ലെവലുണ്ട് എന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. പലർക്കും പല തരത്തിലുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. ചിലർക്ക് ഉറക്കമാണ്, ചിലർക്ക് ചില പണികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
പിന്നെ ആദ്യത്തെ പുനരുത്ഥാനത്തിൽ വരുന്ന ആൾക്കാർ ഇവിടുന്ന് സെയിൻസ് ഫോർ ഫസ്റ്റ് റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ അവരവിടെ വരുന്നത് അത് വന്നിട്ടതേ അവർ യേശുക്രിസ്തു ആകാശത്തിൽ വരുന്ന സമയത്ത് ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ടാവും. ആ സീറ്റിൽ നിന്ന് ഉള്ള അവരുടെ പ്രതിഫല വിചനം കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ടും അല്പകാലത്തേക്ക് വരിക. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് സംഭവിക്കുന്നത്. എന്നിട്ടാണ് അവർ ഇവിടെ വരുന്നത്. അതേസമയം പിന്നെയും ഇവിടെ കിടക്കുന്നതായിട്ടുള്ള മറ്റുള്ള വിശുദ്ധന്മാർ, ഈ വിശുദ്ധന്മാർ അന്ത്യവിധിയിലേക്കാണ് വരുന്നത്. ആ അന്ത്യവിധി സമയത്ത് ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാർ അവിടെ വരും. അതേസമയം ഇവിടെ 154,000 ഇസ്രായേൽ ജനം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ മുദ്രയിട്ട് വേർതിരിച്ചു എന്ന് പറയുന്ന ആൾക്കാർ മൗണ്ട് സിയോനിലാണ് വരുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അവരെ യേശുക്രിസ്തുവിൻ്റെ കൂടെ കണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അവർക്ക് വേറെ ശിക്ഷാവിധിയില്ല. അവർ നേരെ വരുന്നത് പുതിയ യെരൂശലേമിൻ്റെ അവിടെ ഒരു മൗണ്ട് സിയോൻ ഉണ്ട്. അതായത് ഇവിടെയുള്ള മൗണ്ട് സിയോൻ പോലെ തന്നെ അവിടെ ഒരു വരും, അവിടേക്ക് വരും നേരെ. അവർക്ക് ശിക്ഷാവിധിയില്ല. അതേസമയം ഉൽപ്രാവണവും പുനരുത്ഥാനവും പ്രാപിച്ച വിശുദ്ധന്മാർക്കും അവർക്കും ശിക്ഷാവിധിയില്ല, വേറെ വിധിയില്ല, ഒറ്റ വിധിയുള്ളൂ. അവരിവിടെ വരും. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് 20-11 വാക്യം, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തി ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അത് നമ്മളീ പറഞ്ഞ വെള്ളസിംഹാസനം ഇവിടെ കണ്ടെന്ന് പറഞ്ഞതാണ്. ഈ സിംഹാസനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ പറയുന്നത്? മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ഇതിൽ മരിച്ചവർ എന്ന് പറയുന്നത് ആരാ? മരിച്ചവർ എന്ന് പറയുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽപ്പെട്ട ആൾക്കാർ വരില്ല. കാരണം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽപ്പെട്ട ആൾക്കാർ അവർ മരിച്ചെങ്കിലും അവർ ജീവിച്ചു എഴുന്നേറ്റു, അവരിപ്പോൾ ജീവനോടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ മരിച്ചവർ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ ഇവർ പെടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ വരുന്നവരെല്ലാം ജീവനുള്ളവരാണ്. അതുകൊണ്ട് ഈ മരിച്ചവർ എന്ന് പറയുന്നത് ശേഷമുള്ള മരിച്ചവരാണ്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് അന്ത്യവിധി വരുന്ന സമയത്ത് ആ പുനരുത്ഥാനത്തിലും ഈ വിശുദ്ധന്മാരെ ഉള്ളത് കൊണ്ടാണ് ജീവന്റെ പുസ്തകം എന്നുള്ള മറ്റൊരു പുസ്തകം തുറന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റുള്ള വിശുദ്ധന്മാരെല്ലാം ലാസറിനെ പോലെ മരിച്ചുപോയി എന്നുള്ളതാണ്